ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. ഈസി ആയിട്ടുള്ള റെസിപ്പി ഒന്നും പറയാൻ പറ്റില്ല. എന്നും ഓരോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് മടുക്കുമ്പോൾ നമുക്ക് ഇടയ്ക്കൊന്ന് വെറൈറ്റി പിടിച്ച് നോക്കാം. അതിനായി ഒരു ബൗൾ എടുത്ത് അതിലേക്ക് ഒരു ചെറിയ ബൗള് മൈദ ഇടും. പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് മൈദ എടുത്ത ബൗളിൽ തന്നെ വെള്ളം എടുത്തിട്ടുണ്ട്. അതാണ് അതിൻ്റെ മെഷർമെൻറ്റ്. ഒരു ബൗള് മൈദക്ക് ഒരു 1.25 ബൗള് വെള്ളയും വേണം. അപ്പോൾ അങ്ങനെ ഒഴിച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അതിൻ്റെ കട്ടകളൊക്കെ ഒന്ന് ഉടയണ വിധം നന്നായി ഇളക്കി കൊടുക്കുക. ഈ കൺസിസ്റ്റൻസിയാണ് കിട്ടേണ്ടത്. അടുത്തതായി പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് ഓയിലൊന്ന് തടവിയിട്ട് ഈ ഒരു കയ്യിൽ ദോശമാവ് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. അതിൻ്റെ ഷേപ്പ് ചെറുതായിട്ടൊന്ന് കിട്ടണ വരെ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. ഓവറായിട്ട് ചുറ്റിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്യേണ്ടത്. ഇത് ഒഴിക്കുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിലായിരിക്കണം. ഇതൊന്ന് സെറ്റായി കിട്ടാൻ ഇത്തിരി ടൈം എടുക്കും. അപ്പോൾ ഇത് ക്ഷമയുള്ളവർക്ക് ചെയ്യേണ്ട റെസിപ്പിയാണ്. തിരക്കില്ലാത്ത ദിവസങ്ങളിലൊക്കെ ചെയ്യണതാവും ഏറ്റവും നല്ലത്. സാധാരണ ദോശ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് മുട്ട വേണ്ടി വരുമല്ലോ. ഇതിന് മുട്ടയുടെ ആവശ്യമില്ല. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മറിച്ചിടാം. ഇതൊന്ന് മറിച്ചിട്ടിട്ട് വീണ്ടും അപ്പുറത്തെ സൈഡൊന്ന് വേവിച്ചെടുക്കാം. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിടുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് ഇതൊന്നിങ്ങനെ പൊള്ളച്ച് വരും. അതാണ് നമുക്ക് കിട്ടേണ്ടത്. മിനിമം ഒരു 5-6 വട്ടയിലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ട് പൊള്ളച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ദോശ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് നേരം കൂടി നമുക്ക് പൊള്ളക്കാൻ വേണ്ടി വെക്കാം. അങ്ങനെ പൊള്ളച്ച് കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമുക്ക് വേണ്ടത്. നല്ലൊരു സോഫ്റ്റായിട്ട് കിട്ടും. അങ്ങനെ ഓരോന്നായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ എടുത്തത് ഒരു ബൗള് മൈദയാണ്. അതിന് 1.25 ബൗള് വെള്ളം എടുത്തു. അപ്പോൾ നമുക്ക് കിട്ടിയത് 5 ദോശയാണ്. ഇനി നിങ്ങൾ അതിൻ്റെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് മെഷർമെൻറ്റ് ചേഞ്ച് ചെയ്താൽ മതി. അങ്ങനെ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.